ഇന്ത്യക്കാരനായ ഒരു കുട്ടി മരണപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വർഷം 2023. കേരളത്തിൽ ജനിച്ചു വളർന്ന സാരംഗ് എന്ന 10ാം ക്ലാസ്സുകാരൻ ഒരു ദിവസം അവന്റെ അമ്മയോടൊപ്പം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷ ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും സാരംഗിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ സാരംഗിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അവനെ കണ്ട ഡോക്ടർമാർ പറഞ്ഞു, സാരംഗിന് ബോധം തിരിച്ചു വരാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വളരെ സീരിയസ് അവനെ വെന്റിലേറ്ററിൽ വയ്ക്കുന്നു. ആ സമയത്ത് അവന്റെ അമ്മ ഡോക്ടറോട് പറഞ്ഞു, എന്റെ മകന് ഒരാഗ്രഹമുണ്ട്, അവന്റെ മരണശേഷം അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യണം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഏത് അവയവം ദാനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, എന്റെ മകന്റെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് കേട്ട ഡോക്ടർമാരുടെ കണ്ണ് നിറഞ്ഞു. അതിനുശേഷം സാരംഗിന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തു. ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നായിരുന്നു സാരംഗിന്റെ ആഗ്രഹം. അവൻ വളരെ നന്നായി ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഇത് ഓർമ്മയിൽ വന്ന അമ്മ ഡോക്ടറോട് ചോദിച്ചു, എന്റെ മകന്റെ കാലുകൾ ദാനം ചെയ്യാൻ സാധിക്കുമോ? ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെയും അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല, എന്നാൽ നിങ്ങളുടെ മകന്റെ കൈകൾ ദാനം ചെയ്യാൻ കഴിയും. അങ്ങനെ സാരംഗിന്റെ ശരീരത്തിൽ നിന്നും കൈകൾ ഉൾപ്പെടെ 6 അവയവങ്ങൾ 10 പേർക്കായി ദാനം ചെയ്തു. അതിനുശേഷം ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ സാരംഗിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും സാരംഗ് പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി 10ാം ക്ലാസ് റിസൾട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനോടൊപ്പം മരണപ്പെട്ട സാരംഗിന്റെ റിസൾട്ട് വായിച്ചു. സാരംഗിന് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാതെ തന്നെ ഫുൾ A+ റിസൾട്ട് ഉണ്ടായിരുന്നു. റിസൾട്ട് പ്രഖ്യാപനത്തിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് കേട്ട ആർക്കും തന്നെ അവരുടെ സങ്കടം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഈ വാർത്ത അറിഞ്ഞ അവന്റെ അമ്മ അവന്റെ മൃതദേഹത്തിന് മുമ്പിൽ നിന്ന് കൈയടിച്ചു. അതിനുശേഷം തന്റെ മകന്റെ കൈകൾ ഏറ്റുവാങ്ങിയ ആളെ കണ്ടുമുട്ടുന്നു. അച്ഛനും അമ്മയും ആ കരങ്ങളിൽ ചുംബിച്ചു. അതിനുശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, 3-4 ദിവസങ്ങൾ കൊണ്ട് മണ്ണിൽ അഴുകിച്ചേരുന്ന ആ കൈകൾ മരണശേഷവും പ്രവർത്തിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല. അവൻ 10 പേരിലൂടെ ഇപ്പോഴും ജീവിക്കുന്നു.